നമസ്കാരം. ഞാൻ ശ്രീഹരി ഗിരീഷ് നമ്പൂരി, തിരുനാവായ മേൽശാന്തി കുടുംബമാണ്, മേൽശാന്തിമാരിൽ ഒരാളാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഈ തിരുനാവായ ദേശത്തുള്ളവർക്കൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എല്ലാവരും ആയിട്ട് പുഴ, നമ്മൾ മാത്രമല്ല. അപ്പം നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പുഴ. അപ്പം ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഈ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെ വരുമ്പോൾ കൈകാൽ കഴിയിക്കാനൊക്കെ ഇറക്കുമ്പോൾ ഞങ്ങളൊരു കൂട്ടുകാരിയായിരുന്നു പുഴ ഇവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി യൗവനത്തിക്കൊക്കെ പോയപ്പോൾ ദിവാസ്വപ്നങ്ങളും നമ്മളുടെ ആ ടീനേജ് പ്രായത്തിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരി, ഞങ്ങളുടെ കാമുകിയായിരുന്നു പുഴ ഇവിടെ ഇരിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് വിവാഹപ്രായം എത്തുമ്പോൾ ആ ഭാര്യയുടെ മുഖം എങ്ങനെ ഉണ്ടാവണം എന്ന് അറിയുമ്പോൾ ഈ പുഴയിൽ വന്നിട്ടാണ് അത് സങ്കല്പിക്കുക. അപ്പം ഞങ്ങൾ ആ ഭാവത്തിലും കണ്ടു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് നമ്മളുടെ ജോലി, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതൊക്കെ വന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളോ ടെൻഷനോ അനുഭവിക്കുമ്പോൾ നല്ലത് പറഞ്ഞു തരാനുള്ള ഒരു വഴികാട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞ് നമ്മൾക്ക് ആധ്യാത്മികതയിലേക്ക് നമ്മൾ ആ പാതയിൽ തിരിയുമ്പോൾ ദിവസം അമ്പലങ്ങളിൽ തൊഴാൻ വരുമ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവാണ് പിന്നെ ഈ അമ്മ, ഈ ഭാരതപ്പുഴ ഉണ്ടായിരുന്നത്. പിന്നെ മരണശേഷം നമ്മളെ ചിതാഭസ്മം ഒഴുക്കുമ്പോൾ ഒരു മോക്ഷദായികയാണ്. അപ്പം ഇത്രയും ഭാവത്തിലാണ് നമ്മൾ ഈ പുഴയെ നമ്മൾ കാണുന്നത്. ഓരോരുത്തരും ഇതിപ്പം നമ്മൾ തിരുനാവായക്കാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് ഈ ഭാരതപ്പുഴയുടെ ഏറ്റവും ഈ ത്രിമൂർത്തി സംഗമസ്ഥാനമുള്ളതുകൊണ്ട് പിന്നെ തിരുനാവായ നവാമത ക്ഷേത്രം അതിപുരാതനമായതും അതിപ്രശസ്തമായ ലോകം മുഴുവൻ വന്ന് ഇവിടെ ഈ ശ്രാദ്ധ കർമ്മങ്ങൾക്കൊക്കെ വരുന്നതുകൊണ്ട് ഭാരതപ്പുഴ എന്നുള്ള പരിപൂർണമായിട്ടുള്ള അർത്ഥത്തിൽ ഈ വരുന്നൊരു സ്ഥലം തിരുനാവായയുടെ ഭാഗങ്ങളിലായിട്ടാണ് പഴയകാലം മുതൽക്കന്നെ നിലനിൽപ്പ്. എല്ലായിടത്തും ഇപ്പോൾ പാലക്കാട് മുതൽ ഭാരതപ്പുഴ തന്നെയാണ്. വേറൊരു ദേശത്തെ ആൾക്കാരും പുഴ ഇങ്ങനെ കാണുന്നില്ല എന്ന് പറയുന്നില്ല. അത് അവർക്ക് അവരുടേതായ വേഷം ഉണ്ടാവും. ഞങ്ങൾക്ക് പുഴയാണ് എല്ലാം. പുഴ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എല്ലാം ഉള്ളൂ. ഞങ്ങളുടെ കളിസ്ഥലമാണ്, ഞങ്ങളുടെ ഉറക്ക സ്ഥലമാണ്, ഞങ്ങളുടെ എല്ലാം. അപ്പോൾ ഇത് പറഞ്ഞു വരാൻ കാരണം ആ അമ്മയുടെ പഴയ കാലത്തുള്ള സത്വത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ മക്കള് ആ അമ്മയെ അത് പരിപൂർണമായിട്ട് ആ ഒരു പ്രാചീന കാലം മുതൽ നിലനിന്ന ആചരണം അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയെ മനസ്സിലാക്കി, അമ്മയെ ബഹുമാനിച്ച്, അമ്മയെ സ്നേഹിച്ച്, അമ്മയെ പൂജിച്ച്, അമ്മയെ ആരതി ഒഴിഞ്ഞ് അത്രത്തോളം സന്തോഷവതിയാക്കുമ്പോൾ ഇതിൻ്റെ ഒരു എനർജി, കാരണം ആദ്യകാലം മുതൽ തന്നെ പുഴയുടെ തീരങ്ങളിലാണ് സംസ്കാരങ്ങളൊക്കെ ഉടലെടുത്തിരുന്നത്. കാരണം വെള്ളം, അഗ്രികൾച്ചർ അല്ലെങ്കിൽ കാർഷിക പ്രവൃത്തി എല്ലാവരും ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ തിരുനാവായ മുതൽ ഈ ഭാഗങ്ങളിലൊക്കെയാണ് പുരാതനമായിട്ട് എല്ലാ കേമന്മാരായിട്ടുള്ള ആൾക്കാരും ജീവിച്ചിരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, തിരുനാവായക്കാർക്കുള്ള ഓരോരുത്തരും സന്തോഷം ഞാൻ അത് അറിയിക്കുകയാണ്. ഇവിടെ എല്ലാം നാനാജാതി മതസ്ഥരും. ഇപ്പം നമുക്കൊക്കെ ഇപ്പോൾ ഇവിടുത്തെ ഒരു കമ്മിറ്റിയിലില്ലെങ്കിൽ കൂടിയും പുറത്ത് റോട്ടിലുള്ള ഈ ബ്ലോക്ക് ഒഴിവാക്കാനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മളെ കൂടെ തന്നെ എല്ലാ ജാതി മതസ്ഥരും നമ്മളെ കൂടെ ഉണ്ട്. പല സോഷ്യൽ മീഡിയകളിലും പല വാർത്തകളൊക്കെ പുറത്തേക്ക് പലരും എതിരാണ്. അത് ആരും എതിരല്ല, സംസ്കാരത്തിന് ആരും എതിരല്ല. എല്ലാവരും ആ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്സവം ലോകം മുഴുവൻ തിരുനാവായിക്കൊക്കെ വരുന്ന നമ്മളെല്ലാവരും ഈ ദേശത്തെ തിരിച്ചറിയുന്നതും നമുക്കൊക്കെ വളരെ 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 സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പുണ്യഭൂമിയിലായി നമുക്ക് ജനിക്കാനും ജീവിക്കാനും പറ്റിയെന്നുള്ളത്, അത് എന്താന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ തിരുനാവായയുടെ കേമത്ത് എന്താന്നുള്ളത് 100%. നവാമത ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വരുമ്പോൾ അതൊക്കെ സത്യം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ഈ ഒരു സംസ്കൃതി എന്താന്നുള്ളത്, ഈ സംസ്കാരം എന്താന്നുള്ളത് ഇപ്പോൾ ആനന്ദവനം സ്വാമിജി മഹാമണ്ഡലേശ്വര അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് ഏറ്റെടുത്ത് അദ്ദേഹത്തിനോടൊക്കെ നന്ദിയൊന്നും പറയാച്ചാൽ അങ്ങനെയല്ല, നമുക്ക് അദ്ദേഹം കൂടി ഇതിൽ ഭാഗവത്താണ്. അദ്ദേഹം പുറമേക്കാരനല്ല, നമ്മുടെ നാട്ടിലെ നമ്മളുടെ ഇവിടെ അദ്ദേഹത്തിനും കൂടി ഉത്തരവാദിത്തമുള്ളതാണ്. എന്നാലും ഇതിന്റെ പരിപൂർണമായിട്ട് ഇതിന് മുന്നിട്ട് ഇറങ്ങി നമുക്ക് എല്ലാവർക്കും ഊർജം തന്ന് അതെന്താന്ന് എല്ലാവരിലും മനസ്സിലാക്കി ജനങ്ങളിലെത്തിച്ച് ലോകം മുഴുവനാണ് വരുന്നത്. ഇപ്പം നമ്മളൊക്കെ ഒരു ജില്ലകളോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോ അല്ല പറയേണ്ടത്. ഇവിടെ ഓരോ ദേശത്തും ഒരു ദിവസമെങ്കിലും ഇപ്പോൾ തുടങ്ങിയിട്ട് 5-8 ദിവസമായി, 5-6 ദിവസമായി. അപ്പോൾ പലരും വരുമ്പോൾ പലരും പല ദേശത്തു നിന്ന്, അത് മലയാളികൾ മാത്രമല്ല, അതാത് രാജ്യങ്ങളിലെ പൗരന്മാരടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ തിരുനാവായക്കാരുടെ സന്തോഷം എന്നിലൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്, വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ ഒറിജിനൽ പൂവ് വിരിഞ്ഞാൽ അത് വണ്ടിനോട് പറയണ്ട, അതവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പിനോട് നമ്മളാരും പറയാറില്ല. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒറിജിനൽ പൂവ് വിരിഞ്ഞിട്ടുണ്ട്. വണ്ടുകൾ, അതായത് ഭക്തര്, വിശ്വാസികൾ, സംസ്കാരം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ നല്ല മനസ്സുള്ള എല്ലാവരും ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.